കേരളത്തിൻ്റെ നിരത്തിൽ രാവിലെ ഇറങ്ങിയിട്ട് വൈകിട്ട് തിരിച്ചു കയറി വരിക എന്ന് പറയുന്നത് സത്യം പറഞ്ഞ ഒരു ഭഗീരഥ പ്രയത്നമാണ്. ഭഗീരഥ പ്രയത്നം എന്ന് പറയുന്ന വാക്ക് ഒരു വലിയ കഥയാണ്. ഭഗീരഥൻ എന്ന് പറഞ്ഞ രാജാവ് ഗംഗാനദിയെ ഭൂമിയിൽ കൊണ്ടുവന്ന് തൻ്റെ പൂർവികരായ ആൾക്കാരുടെ ആത്മാവിന് നിത്യശാന്തി നൽകുവാൻ വേണ്ടി ശ്രമിച്ച ഇതിൻ്റെ പിന്നിലുള്ള കഥയാണ്. അരമണിക്കൂറോ 3/4 മണിക്കൂറോ നീണ്ടു നിൽക്കുന്നൊരു കഥ. അതിലും വലിയൊരു കഥയാണ്. ടാസ്ക് എന്നൊന്നുമല്ല പറയേണ്ടത്, ഭഗീരഥ പ്രയത്നം തന്നെയാണ്. രാവിലെ വീട്ടിൽ നിന്ന് വാഹനവുമായി ഇറങ്ങുന്നവർ രാത്രിയിൽ അതേ രീതിയിൽ തിരിച്ചെത്തിയാൽ മഹാഭാഗ്യമെന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. മദ്യവും മയക്കുമരുന്നും കൊണ്ട് ഡ്രൈവിംഗ് ഒരു ഹോബിയാക്കിയ ഒരു വിഭാഗം ആൾക്കാർ, തങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥനിൽ ഓഫീസിന് പുറത്തും സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണെന്നുള്ള അഹങ്കാരമുള്ളവർ, കാക്കി ദേഹത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ തങ്ങളൊന്നുമല്ലാതെ മനുഷ്യനല്ലായിത്തീരുന്ന മറ്റൊരു കൂട്ടർ. ഇതിനെയൊക്കെ ചുക്കാൻ പിടിച്ച് അവരെയൊക്കെ നേർവഴിക്ക് നടക്കേണ്ട സർക്കാർ ഇതിനൊക്കെ കണ്ണടച്ചു കൊടുക്കുന്ന മറ്റൊരു ദയനീയാവസ്ഥ. ഇതൊക്കെ കൊണ്ട് കേരളത്തിൻ്റെ നിരത്തുകളും കേരളത്തിൻ്റെ ചുറ്റുപാടുകളും വളരെ വളരെ വൃത്തിഹീനമെന്നോ മലീമൻസമെന്നോ അല്ല, അതിനൊക്കെ അപ്പുറമുള്ളൊരു വാക്കിലേക്ക് ആണ് പറയേണ്ടത്. കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരി എയർപോർട്ടിലെ 2 CISF ജീവനക്കാർ, ഒരാൾ SI വിനയകുമാറും മറ്റുള്ള മോഹൻ, രണ്ടുപേരും കൂടി മദ്യപിച്ച് മതോന്മത്തരായി റോഡിൽ കൂടി പോവുകയും അവരുടെ വാഹനത്തെ ഓവർടേക്ക് ചെയ്തു പോയ മലയാളിയായ ഐബിൻ ജിജോ എന്ന് പറയുന്ന അങ്കമാലി സ്വദേശിയായ യുവാവിനെ വാഹനത്തിൻ്റെ ബോണറ്റിൽ കയറ്റി കിലോമീറ്ററുകളോളം കൊണ്ടുപോയതിനു ശേഷം സഡൻ ബ്രേക്ക് ഇട്ട് റോഡിൽ മറിച്ചിടുകയും അവൻ്റെ ദേഹത്തൂടെ വാഹനം കയറ്റിക്കൊണ്ടുപോവുകയും അതിദാരുണമായ രീതിയിൽ ചതഞ്ഞരച്ച് കൊല്ലുകയും ചെയ്ത കാര്യം നമ്മൾ ഓർക്കുന്നു. ഈ കശ്മലന്മാർ, അതിലൊരുത്തൻ ആശുപത്രിയിലും മറ്റൊരു ജോലിക്കും ഹാജരായി എന്നുള്ളതാണ് സത്യം. എയർപോർട്ട് അതോറിറ്റിയിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഷിഫ്റ്റാണ്, രാത്രിയിൽ 2 മണിക്കും 3 മണിക്കൊക്കെ പോകേണ്ടതായി വരും. പക്ഷേ ഒരു ചെറുപ്പക്കാരൻ പയ്യൻ ഓവർടേക്ക് ചെയ്ത് പോയതിനെ ചോദ്യം ചെയ്തതിൻ്റെ പുറത്ത് വഴക്കുണ്ടാവുകയും പോലീസിനെ വിളിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. തൻ്റെ കയ്യിലിരുന്ന മൊബൈൽ ഫോണിൽ അത് റെക്കോർഡ് ചെയ്യുകയും അതിനുശേഷം പോലീസിനെ വിളിക്കുകയും ചെയ്തു. നമ്മുടെ പോലീസ് സംവിധാനത്തിൽ ശരിക്കും പറഞ്ഞാൽ 10,000 പേരുടെ എങ്ങാണ്ട് കുറവുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കിട്ടിയ വിവരാവകാശ രേഖയിൽ അങ്ങനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതിൽ തന്നെ 10-50 വയസ്സ് കഴിഞ്ഞ് നല്ല രോഗാവസ്ഥയിലുള്ള പലരുമുണ്ട്. പിന്നെ എന്ത് കണ്ടാലും നിസ്സംഗഭാവമുള്ള കുറേ ആൾക്കാരുണ്ട്. അത് മേലുദ്യോഗസ്ഥന്മാരുടെ തീഷ്ണമായ നടപടികൾ കൊണ്ടാവാം. മറ്റു ചിലർ ഈ കഷ്ടപ്പെട്ട് പിടിച്ചുകൊണ്ട് വരുന്ന പ്രതികളെ പെട്ടെന്ന് ഏതെങ്കിലും രാഷ്ട്രീയക്കാർ വന്ന് പറഞ്ഞിട്ട് പിടിച്ചിറക്കിക്കൊണ്ട് പോകുന്ന ഗതികേട് കാണുമ്പോഴുണ്ടാകുന്ന അവരുടെ ആ മാനസികം കൊണ്ട് ഇതെല്ലാം കണ്ടും മടുത്തവരാണ്. എന്തായിരുന്നാലും സമയത്ത് പോലീസ് എത്തിയില്ല. ആ ചെറുപ്പക്കാരൻ അതിദാരുണമായി വധിക്കപ്പെട്ടു. ഇത് വസം തന്നെയാണ്, വണ്ടി ഇടിച്ച് കൊന്നു എന്ന് തന്നെ പറയാം. അവർ കാക്കി ഇടുന്നവരല്ല എങ്കിൽ പോലും അവരും യൂണിഫോം ഇടുന്നവരാണ്. വിനയകുമാർ ആയാലും മോഹൻ ആയാലും യൂണിഫോം ഇടുന്നവരാണ്. നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്ന സിസ്റ്റത്തിൽ തന്നെ മാറ്റം അനിവാര്യമായിരിക്കുന്നു. ഈ വിഷയത്തോട് ചേർത്ത് പറയുമ്പോൾ ഇപ്പോൾ കേരളത്തിൽ ചില AMPമാരും MPമാരും ക്യാമറയും കൊണ്ട്, ചില RTOമാരും ക്യാമറയും കൊണ്ട് ആളെ ഇറക്കിയിട്ട് നാട്ടുകാരെ റോഡിൻ്റെ നടുക്കിൽ വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്ന ഭാര്യാസമേതനായിട്ടോ അല്ലെങ്കിൽ മക്കൾ ഉൾപ്പെടെ പോകുന്ന സമയത്ത് കാറ് കടഞ്ഞു നിർത്തിയിട്ട് കാർ എങ്ങനെയാണ് ഇടേണ്ടത്, ഏത് ഗിയറിലിട്ടാൽ ഇറക്കത്തേക്ക് പോകത്തില്ല, ഏത് ഗിയറിൽ സ്റ്റോപ്പ് ചെയ്യണം, ഇതൊക്കെ പഠിപ്പിക്കുകയാണ്. എന്നാൽ യവന്മാർക്ക് ഇത് നേരത്തെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന സമയത്തൊന്ന് പഠിപ്പിച്ചൂടെ? ആ പറയുന്ന സമയത്ത് നിങ്ങൾ മദ്യപിച്ച് വാഹനം ഓടിക്കരുതെന്ന് പറഞ്ഞൂടെ? അതൊന്നുമില്ല. സാറന്മാർക്ക് ഈ ഒരു ചടങ്ങുന്ന രീതിയിൽ നെയ് സദ്യയ്ക്ക് വിളമ്പുമെന്ന് പറഞ്ഞ പോലെ ലേണേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ 2 ദിവസത്തെ 2 മണിക്കൂർ ട്രെയിനിങ്. ആ ട്രെയിനിങ്ങിൽ സാർമാർ എന്താ പറയുന്നത് തന്നെ അറിയില്ല. ഞാനൊരിക്കലും അവരോട് ചോദിച്ചു, നിങ്ങളൊരു മോട്ടിവേഷൻ പോലെ ഈ രംഗത്ത് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ ഉപയോഗിച്ചുകൊണ്ട് ഇവർക്കൊരു ക്ലാസ് കൊടുത്തൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, സാർ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ആ സാറിന് ഈ വരുന്ന ട്രെയിനിങ് കൊടുക്കുമ്പോൾ അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ കൊടുക്കാമെന്നല്ല, സാറിന് എന്തൊക്കെയോ പറഞ്ഞ് ഇവരെ സാറ് കളിക്കുക എന്ന ഒറ്റ ഉദ്ദേശം മാത്രമേ എൻ്റെ പിന്നിലുള്ളൂ എന്നുള്ളതാണ് സത്യം. എനിക്ക് സത്യം പറയാൻ ഭയങ്കരമായിട്ട് പല സമയങ്ങളിൽ ദേഷ്യം തോന്നുന്നു. നമ്മൾ റോഡിൽ ഓടിപ്പോകുന്ന സമയത്തായിരിക്കും കഴിഞ്ഞ 2-3 വർഷത്തിന് മുമ്പ് ലൈസൻസ് എടുത്ത AMP ഇങ്ങോട്ട് വന്നിട്ട് നമ്മളെ നിയമം പഠിപ്പിക്കുന്നത്. ഒരൊറ്റ AMPമാർക്ക് ഞാൻ അടിവരയിട്ട് പറയുന്നു, കൃത്യമായ രീതിയിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വാഹനങ്ങൾ CF നടത്തുന്ന സമയത്ത് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് സൗണ്ട് ഇല്ലാതെ ഗിയർ ഇടാൻ അറിയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാൻ വെല്ലുവിളിച്ച് പറയുന്നു. 17 വർഷമായി ഞാൻ കാണുന്നൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ ലൈസൻസിങ് സമ്പ്രദായം തന്നെ മാറ്റേണ്ടിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ആർക്കും വെള്ളം അടിച്ചിട്ട് പോകാം, ആർക്കും കഞ്ചാവ് അടിച്ചിട്ട് പോകാം,
ഒരു കുഴപ്പമില്ല. കഞ്ചാവ് അടിച്ചിട്ട് വല്ലവൻ്റെ നെഞ്ചത്തൂടെ കയറ്റിക്കൊണ്ട് പോയാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ പോലീസ് പറയുന്നത് എന്താണ്? മദ്യപിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും അപകടം സമയത്ത് ഡ്രൈവർ മദ്യപിച്ചു എന്ന് പറയരുത്. പറഞ്ഞ ഒരു കുഴപ്പമുണ്ട്, നിങ്ങൾക്ക് MACT ക്ലെയിം കിട്ടത്തില്ല എന്ന് പറയും. അപ്പോൾ പാർട്ടികൾ എന്ത് പറയും? മദ്യപിച്ചില്ല എന്ന് പറയും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പല അപകടങ്ങളെയും പോലീസ് വളരെ നിസ്സാരമായി കാണുന്നു എന്നുള്ളതാണ് സത്യം. ഇവിടെയും മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കായിരിക്കും മിക്കവാറും ഈ കേസ് വരാൻ പോകുന്നത്. നമുക്കറിയാം, കേരളത്തിലെ ഉയർന്ന IAS ഓഫീസർ ഡോക്ടറാണെന്ന് ഓർക്കണം. അയാൾ 2 കൊച്ചു കുട്ടികളുള്ള ബഷീർ എന്ന് പറഞ്ഞ പത്രപ്രവർത്തകനെ പാതിരാത്രിയിൽ മദ്യപിച്ച് മതോന്മത്തരായി തൻ്റെ സുന്ദരിയായ സുഹൃത്തിനോടൊപ്പം പോയി ഇടിച്ചു കൊന്നിട്ട് അയാൾ ഇന്ന് എവിടെയായിരിക്കും നിങ്ങൾ ഓർക്കുക. അപ്പോൾ അധികാരമുള്ളവന് എന്തുമാകാം എന്നുള്ളതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഇതൊക്കെ നടന്നിരിക്കുന്നത്. യവന്മാർക്ക് അറിയത്തില്ലേ വെള്ളം അടിച്ചിട്ട് ആ വാഹനം ഓടിക്കരുതെന്നുള്ളത്? അറിയാൻ വയ്യത്തണ്ട. ഇവർക്ക് വേണേൽ വീട്ടിൽ മേടിച്ച് വെച്ച് അടിച്ചോട്ടെ, അടിച്ച് അവിടെ എന്തെങ്കിലും കിടന്ന് അടിച്ച് പോട്ടെ. പക്ഷേ ഈ നാട്ടിലുള്ള കുഞ്ഞുങ്ങളെ എന്തിനാ ഇങ്ങനെ നശിപ്പിക്കുന്നത്? ഒരാളിനോടും വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ മിണ്ടാതെ പരിഭവമൊന്നുമില്ലാതെ നമ്മൾ പോകുന്നതായിരിക്കും നല്ലത്. പുറയിൽ നിന്ന് ഓൺ അടിച്ചപ്പോലും ചില സാർമാർ എന്തിനാണ് ഓൺ അടിച്ചത്? ഓൺ അടിക്കാൻ പാടില്ല, സൈഡിൽ ചോദിക്കാൻ പാടില്ല, ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ചിലരെ കാണുമ്പോൾ നമ്മൾ കുനിഞ്ഞിരിക്കണം. ഇത്രമാത്രം ദയനീയമായ അവസ്ഥയിലാണ് കേരളം മുമ്പോട്ട് പോകുന്നത്. ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു ചെറുപ്പക്കാരൻ ഈ റോഡിലൂടെ ഭയമില്ലാതെ ഭയശങ്കയില്ലാതെ പോകുവാൻ ഇവിടുത്തെ പെൺകുട്ടികൾക്കോ റോഡിൽ കൂടെ പോകുന്ന പെൺകുട്ടികൾക്ക് പോലും പറ്റില്ല. ബംഗാളിയുടെ നോട്ടം കാണുമ്പോൾ സ്കാനിങ് റിപ്പോർട്ട് ചോദിക്കാൻ പോകുന്ന അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അതേ രീതിയിലുള്ള ഈ അന്യസംസ്ഥാന തൊഴിലാളികളും അന്യസംസ്ഥാനത്തോടും ജോലി ചെയ്യുന്നവരും ഒക്കെ ഇത്രമാത്രം അർമാദിച്ച് ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടുത്തെ നിയമ സംവിധാനം പരാജയമാണെന്നുള്ളത്. അട്ടർ ഫെയിലർ എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയാണ്. FIR എടുക്കാം. ഒരു പയ്യനെ, ഒരു ഓട്ടോറിക്ഷക്കാരൻ ഒരു ബസ്സിൻ്റെ കണ്ടക്ടറുടെ തോളിൽ കല്ല് വെച്ചിടിച്ചു. അവൻ്റെ ആ തോളിൽ വിട്ടുപോയിട്ട് അതിനകത്ത് പോലീസ് FIR ഇട്ടിട്ടില്ല. അവൻ പോലീസ് സ്റ്റേഷനിൽ കയറി കിടന്നപ്പോൾ അവനെ പിടിച്ച് മൂലയ്ക്ക് ഇരുത്തിയിട്ട് അവൻ്റെ മൊബൈൽ പിടിച്ച് വെച്ച പോലീസാണ് നമ്മുടെ നാട്ടിലുള്ളത്. വസ്തുതയാണ് പറഞ്ഞത്, സത്യസന്ധമായി ഈ അടുത്ത സമയത്ത് നടന്ന കാര്യം പറഞ്ഞു. മന്ത്രി പറയുന്നുണ്ടല്ലോ, ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സിലെ സ്റ്റാഫിനെല്ലാം തന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന്. ഇവിടെ ഡ്രൈവിംഗ് ചെയ്യുന്ന എല്ലാവരും PCC മേടിച്ചു കൊടുക്കണം. അതിനുള്ള നട്ടല് മന്ത്രിക്കുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ഡ്രൈവിങ്ങുമായി റോഡിലിറങ്ങുന്ന എല്ലാവരുടെയും PCC മേടിക്കണം. ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ പങ്കെടുത്ത എത്ര പേരെന്ന് നമുക്കറിയാൻ പറ്റും. ഡ്രൈവിംഗ് ലൈസൻസിന് എന്താ നിങ്ങൾ PCC ഏർപ്പെടാത്താക്കത്ത്? ഈ പറയുന്ന AMVമാർ, MVമാർ, പോലീസുകാർ, CSFകാർ, എക്സൈസുകാർ, ഇങ്ങനെ ആരെല്ലാം ഉണ്ട് വെള്ളമടിച്ച് റോഡിൽ കൂടെ പോകുന്നവർ? AMVമാർ വെള്ളമടിച്ചിട്ട് പോകുന്നില്ലേ? MVമാർ വെള്ളമടിച്ചിട്ട് റോഡിലൂടെ വണ്ടി ഓടിച്ചു പോകുന്ന പല ദിവസങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് കണ്ടിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. സംശയമുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ, ധൈര്യമുള്ള ഒരാൾ, നിയമം നടക്കുന്ന ആഗ്രഹമുള്ള ഒരുത്തൻ വന്നാൽ ഞാൻ കാണിച്ചു കൊടുക്കാം നടുറോഡിൽ ഇരുന്ന് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നത് തൻ്റെ സ്വന്തം വണ്ടിയിൽ, ഒറ്റയ്ക്കല്ല പലരുമായി ചേർന്ന്. അത്രയേറെ നിയമ സംവിധാനം തകർന്നതിൻ്റെ ഉദാഹരണമാണ് ഈ പറഞ്ഞ നെടുമ്പാശ്ശേരി അങ്കമാലിയിൽ ഒരു വീട്ടിലെ ഒരു കൊച്ചു പയ്യന് ജീവൻ നഷ്ടപ്പെടാനുള്ള കാരണം. ഇവിടെ നമ്മൾ ഈ വിനയകുമാറിൻ്റെയും മോഹൻ്റെയും ഒന്നും അല്ല കുറ്റം പറയേണ്ടത്. ഇവിടുത്തെ നിയമ സംവിധാനം വളരെ കൃത്യമായിരുന്നുവെങ്കിൽ ഒരുത്തനും വേറൊരാളുടെ തല കൈവെക്കില്ല. ഇതൊന്നും നമ്മുടെ വീട്ടിലല്ലോ നടന്നത് എന്നുള്ള സുരക്ഷിതത്തിലായിരിക്കും നിങ്ങളൊക്കെ ഇരിക്കുന്നത്. നാളെ ഇത് നിങ്ങൾക്കും എനിക്കും ബാധകമാണെന്നുള്ള ഓർമ്മ വേണം. എന്തായാലും ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ആരോട്, ഞാൻ മുൻ വീഡിയോകളിലൊക്കെ പറഞ്ഞ പോലെ ആരോട് സംസാരിച്ചാലും ഒരു 5 അടി അകലത്തിൽ സംസാരിക്കുക. വണ്ടിയും കൊണ്ട് പോകുന്ന സമയത്ത് പരമാവധി 10 മണിക്ക് ചെല്ലേണ്ടത് 1 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് പോകുന്ന രീതിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുക. ഓൺ അടിക്കാതിരിക്കുക, ഓവർടേക്ക് ചെയ്യാതിരിക്കുക. വിശേഷിച്ച് KSRTCക്കാരോട് മിണ്ടുകയും ചെയ്യരുത്. മിണ്ടിക്കഴിഞ്ഞാൽ വാല് കൊണ്ട് അടിച്ചിട്ട് പോകും, അവന് ആരും കുഴപ്പമില്ലല്ലോ. അപ്പം അതുകൊണ്ട് മര്യാദയ്ക്കൊക്കെ, അതുപോലെ ടിപ്പർ ലോറിക്കാർ, ഇങ്ങനെ ഈ വാഹനം ഓടിക്കുന്ന ഗുണ്ട ലെവലിലുള്ള ഒരു പറ്റം ഡ്രൈവർമാരും ഉണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന്. ഓർമ്മിച്ചുകൊണ്ട് വേണം റോഡിലേക്ക് ഇറങ്ങാൻ. അത് ചിലപ്പോൾ CSFകാരനാവാം, പോലീസുകാരനാകാം, MVമാരാവാം, AMVമാരാകാം, RTOമാരാവാം, ജോയിൻ്റ് RTOമാരാകാം. ജോയിൻ്റ് RTOയുടെ കഥ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ. ഓഫീസിനുള്ളിൽ മദ്യപിച്ചിരുന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു മോട്ടോർ വാഹന വകുപ്പ് ലോകത്തുണ്ടെങ്കിൽ അത് കേരളത്തിൽ മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.